ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ഓർക്കുന്ന വിശുദ്ധ ബ്ലെസഡ് മരിയേ എലിസബത്ത് ടർജിയോൺ എന്നൊക്കെ ആയിരിക്കും. കാനഡക്കാരിയാണ്. 1840 ഫെബ്രുവരി 7 തീയതിയാണ് അവർ ജനിച്ചത് കാനഡയിൽ. 1881 ഓഗസ്റ്റ് 17 അവർ മരിച്ചു. ഈ മരിയ എലിസബത്തിൻ്റെ അപ്പൻ അവൾക്ക് 15 വയസ്സുള്ളപ്പോഴും മരിച്ചുപോയി. കാനഡയിലെ സ്കൂളിൽ പഠിച്ചു. 1862 സ്കൂൾ പാസ്സായി. പല സ്കൂളുകളിൽ ടീച്ചറായിട്ട് സേവനമനുഷ്ഠിച്ചു. പിന്നെ സന്യാസം വരിച്ചു. സിസ്റ്റേഴ്സ് ഓഫ് അവർ ലേഡി ഓഫ് ദ റോസറി എന്ന ഒരു സന്യാസ സമൂഹം സ്ഥാപിച്ചു. 1879 സെപ്റ്റംബർ 12 ആ സന്യാസ സമൂഹം സ്ഥാപിച്ചത്. അതിൻ്റെ ആദ്യത്തെ സുപ്പീരിയർ ജനറലായിരുന്നു ഈ മരിയ എലിസബത്ത്. 2013 ഒക്ടോബർ 9 ഫ്രാൻസിസ് മാർപ്പാപ്പ അവളെ ധന്യയായിട്ട് പ്രഖ്യാപിച്ചതും 2015 ഏപ്രിൽ 26 വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചതും. കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിവില്ല, എനിക്കറിവില്ല. ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന മറ്റ് വിശുദ്ധരുടെ പേരുകൾ: ആമോർ ഓഫ് അമോർബാഹ്, അനസ്താസ്യൂസ് ഓഫ് ടേർണി, ബിയാത്രിസ് ദ സിൽവ മെനേസസ്, ബെനഡിക്ത ഓഫ് ലൊറേഹിൻ, കാർലോമാൻ സിസിലി ഓഫ് ലൊറേഹിൻ, ക്ലെയർ ഓഫ് മോണ്ടെഫാൾക്കോ, ഡൊനാത്തുസ് ഓഫ് റിപ്പാക്കാൻഡിഡ, ദ്രിഥലം, എലിയാസ് ദ യങ്ങർ, എവ്സേബിയൂസ് മാർപ്പാപ്പ, എവ്സേബിയൂസ് ഓഫ് സിസിലി, ഹിയാസിന്ത്, ജെയിംസ് ദ ഡീക്കൻ, ജാന ഓഫ് ദ ക്രോസ് ഡെലൂനു, യെറോയൻ ഓഫ് നുർദ്വിക, ജുലിയാന ഓഫ് ടൊളമായസ്, ലിയോപൾദീന നൗദേ, മാമാസ്, മീറോൺ ഓഫ് ചിസിക്കുസ്, നിക്കോളാസ് പൊലിത്തി, നോയേൽ ഹിലെയർ ലാ കോന്ത്, പോൾ ഓഫ് ടൊളമായസ്, മാർട്ടേഴ്സ് ഓഫ് നാഗസാക്കി 14 പേര്, മാർട്ടേഡ് ഇൻ ദ സ്പാനിഷ് സിവിൽ വാർ, മാർട്ടേഴ്സ് ഓഫ് മലാഗ 8 പേര് ബയാറ്റിഫൈഡ്, മാർട്ടേഴ്സ് ഓഫ് മസ്പുയോൾസ് 3 പേര്, ഒഗസ്റ്റിൻ ഫെർണാൻഡെ വാസ്കസ്, അൽഫോൻസോ ലോപ്പസ് മൊറാലെസ്, അനിസെറ്റോ ലിസാസോ, അന്തോണി കർമാനിയു മെർക്കാർദർ, ബർത്തലോമേ ദിയാസ് ലവറേൽ, ദിയേഗോ ബൽമസേദ ലോപ്പസ്, എൻറിക് കനാഡൽ ക്വിൻഡാന, എവ്ജേനിയോ സാൻസ് മൊറോസ്കോ മൊർത്തേറ, ഫക്കൂന്തോ എസ്കാൻസിയാനോ തയേറിന, ഫ്ലോറൻസിയോ ലോപ്പസ് എഗേയ, ജോവാൻ പ്രാസ് ഗിബറ്റ്, യോസഫ് പ്യൂഗ്ദെസൻസ് പുയോൽ, ജൂലിയോ അറാമെന്തിയ ഉർക്കിയ, റാമോൺ സെർവില്ല ലൂയിസ്, മാർട്ടഡ് ഇൻ ജപ്പാൻ, യക്കോബോ ക്യൂഷെ ഗൊറോബിയോ തൊമനാഗ, മിഹായേൽ ക്യുറോബിയോയി, ആൽബർട്ടോ ദ ഹിയാത്തിന, ഹോസെ മരിയ ദ മനീല, ഉഗോദി ടെനൻബാഗ്. സ്വർഗത്തിലെ നമ്മുടെ കൂട്ടുകുടുംബമാണ്. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണമെന്ന് വെളിപാട് പുസ്തകം 8:1-4 വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധർ കർത്താവിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ സുവിശേഷം എവിടെയൊക്കെ പ്രഘോഷിക്കപ്പെടുന്നുവോ അവിടെയൊക്കെ അവരുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കപ്പെടണമെന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട്. മാർക്കോസ് 14:9. വിശുദ്ധർ സ്വർഗത്തിലെ ആരാധനയിൽ പങ്കെടുക്കുന്നുവെന്ന് വെളിപാട് പുസ്തകം വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. 7-ാമത്തെ അധ്യായം. ആ വിശുദ്ധരുടെ സ്വർഗീയ ആരാധനയിൽ പങ്കുചേർന്ന്, മാലാഖമാരുടെ ആരാധനയിൽ പങ്കുചേർന്ന് നമ്മൾ ഭൂമിയിൽ സഭയിൽ ലിറ്റർജി ആഘോഷിക്കുന്നു. അവരുടെ പ്രാർത്ഥനകൾ ധൂപക്കുറ്റിയിലിട്ട് ആ പുക ദൈവിക സിംഹാസനത്തിൽ ഉയരുന്നതോടൊപ്പം വിശുദ്ധരുടെ പ്രാർത്ഥനകളും ഉയരുന്നു. അവർ കർത്താവിനോട് ചെയ്ത കാര്യങ്ങൾ സുവിശേഷം പ്രഘോഷിക്കുന്ന ലിറ്റർജിയിൽ നാം പ്രസ്താവിക്കുന്നു. അങ്ങനെ കർത്താവ് അരുളിച്ചെന്ന എല്ലാ തിരുവചനങ്ങളോടും നാം വിശ്വസ്തത പാലിക്കുന്നു. വിശുദ്ധരുടെ വലിയ ഒരു കൂട്ടം
സാക്ഷികളുടെ ഒരു വലിയ മേഘം നമുക്ക് ചുറ്റുമുണ്ട് എന്നാണ് ഹെബ്രായ ലേഖനം പറയുന്നത്. ആ സാക്ഷികളെ ഈ വലിയ മേഘത്തിൻ്റെ ആ വലയത്തിലായിരുന്ന കൊണ്ട് നമുക്ക് വിശുദ്ധരുടെ സംരക്ഷണത്തിലും പ്രാർത്ഥനയിലും അവരുടെ ലിറ്റർജിയിലും പങ്കുചേരാം. കർത്താവ് നാളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.